Welcome to my college programs. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീഡിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ഇന്നലെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. നെക്സ്റ്റ് അതിൽ നോക്കാൻ പോകുന്നത് റീഡിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു റീഡിങ്. റീഡിങ് എന്താണെന്നുള്ളതാണ്. എന്താണ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായന അല്ലേ? ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഡീപ്പായിട്ടുള്ള എന്താ പറയുക, ആഴത്തിലുള്ള ഒരു പഠനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വായന എന്ന് പറയുന്നത് അല്ലേ? അതിലേക്ക് ആ ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് ആ സബ്ജക്റ്റിൻ്റെ ഐഡിയാസ്, നോളജും ഒക്കെ നമ്മൾ അക്വയർ ചെയ്തെടുക്കുകയാണ് അല്ലേ? വായിക്കുന്നതോടും നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മൾ നോളജും ഐഡിയാസും ഒക്കെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീഡിങ് ഈസ് എ പ്രോസസ് ഓഫ് ഒരു ഡീകോഡിങ് പ്രോസസ്സാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ദ പർപ്പസ് ഓഫ് എവറി റൈറ്റിംഗ് ഈസ് ടു കൺവേ സം ഐഡിയാസ്, പെർസ്പെക്റ്റീവ്സ്, തോട്ട്സ് ആൻഡ് ഇമോഷൻസ് എക്സെട്ര അല്ലേ? നമ്മളിപ്പോൾ വായിക്കുമ്പോൾ എന്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലേ, നമ്മൾ എന്തൊരു കാര്യം വായിക്കുകയാണെങ്കിലും എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അതിൽ എഴുതിയിരിക്കുന്ന കണ്ടൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിലുള്ള അതിൻ്റെ ഐഡിയാസ്, അതിൻ്റെ എന്താണോ അത് എഴുതുന്ന ആൾ, അതിൻ്റെ ഓഥർ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ്, ഇൻഫോർമേഷൻസ്, അയാളുടെ ഇമോഷൻസ്, അതിലൂടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീഡിങ് ചെയ്യുന്നതോടും നമ്മൾ അതിലൂടെ കൈൻഡ് ഓഫ് ഇതിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോവുക അല്ലേ? നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് വായിക്കാന്ന് വെച്ചാൽ നമുക്ക് ക്ലോസ് റീഡിങ് ഉണ്ട്. റീഡിങ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പോൾ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ്? ഒരു പ്രോസസ് ഓഫ് ഡീകോഡിങ് ആണ്. വെൻ വി നോട്ട് ദ സെയിം പേർപ്പസ് ഓൾവേസ് ആൻഡ് നോട്ട് ദ സെയിം വേ അല്ലേ? നമുക്ക് ഓരോ ആൾക്കാരുടെ റീഡിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അപ്പം ഒരാൾ വായിക്കണ അതേ സ്പീഡിലോ അല്ലെങ്കിൽ അതേ ഇമോഷനിലോ ആയിരിക്കില്ല വേറൊരാൾ വായിക്കുക. അതേപോലെ ഓരോരുത്തരും വായിക്കുന്ന ബുക്സിനും എന്തായിരിക്കും? ഡിഫറൻസ് ആയിരിക്കും. എല്ലാവർക്കും ഒരേ കൈൻഡ് ഓഫ് ആർട്ടിക്കിൾസ് ആയിരിക്കും ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ബുക്സ് ആയിരിക്കും ഇഷ്ടപ്പെടുക അല്ല. അപ്പോൾ റീഡിങ്ങിൽ തന്നെ നമുക്ക് റീഡിങ്ങിനെ കുറിച്ച് പറയാൻ വെച്ചാൽ അതിൽ ആഴത്തിലേക്ക് വരുമ്പോൾ ഓരോ നോർമലി നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും റീഡിംഗ് എന്ന് പറയുന്നത് അല്ലേ? ഒരു ഡീപ്പ് നോളേജ് ആണ്. അതേപോലെ ദ ഓതർ എൻകോഡ്സ് ദ ഐഡിയാസ് വിച്ച് വി ആർ അബ്സ്ട്രാക്ട് ഇൻ ഓർഡർ ടു പ്രസൻറ്റ് ദം പെർസ്പെക്റ്റീവ്. അതായത് നമ്മൾ പറഞ്ഞു റീഡിങ് ഒരു ഡീകോഡിങ് പ്രോസസ്സാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് ഡീകോഡിങ് ആവുന്നത് വെച്ചാൽ ഒരു സെൻഡർ ആൻഡ് റിസീവർ കൈൻഡ് ഓഫ് ആണ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുണ്ടാകും. കാരണം എന്താണ്? ഓഥർ അയാളുടെ രീതിക്കാണ് അത് എൻകോഡ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അല്ലെങ്കിൽ വെച്ചാൽ അയാൾ ബുക്ക് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് സാധനം നമ്മൾ വായിക്കുകയാണെങ്കിലും അത് എഴുതിയ ആൾക്ക് അയാളുടെ ഒരു കൈൻഡ് ഓഫ് എന്താണ് എൻകോഡിങ് ആണ് അവിടെ നടന്നിട്ടുണ്ടാവുക. നമ്മൾ പിന്നെ വായനക്കാരൻ എന്താ ചെയ്യണത്? റീഡേഴ്സ് എന്താ ചെയ്യുക? അത് അയാളുടെ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഡീകോഡ് ചെയ്തിട്ടാണ് നമ്മളതിനെ കാണുന്നത് അല്ലേ? അപ്പോൾ അതാണ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ളത്. ഇത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ് അല്ലേ? റീഡിങ്ങിൻ്റെ പർപ്പസ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. എന്തിനാണ് നമ്മൾ വായിക്കുന്നത് എന്നുള്ളത്? എന്തിനാണ്? ടു ഗെറ്റ് എന്താണ്? നമുക്ക് ഐഡിയാസ്, അതേപോലെ നോളജ്, അതേപോലെ തന്നെ എന്താണ്? ഇമോഷൻ അല്ലേ? നമുക്ക് ഇമോഷനും കിട്ടും ഒരു സാധനം വായിക്കുന്നതോടുകൂടി. ചിലത് വായിച്ചിട്ട് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, ചിരിക്കാം അല്ലേ? അപ്പം നമുക്ക് ആ ഇമോഷനും കൂടി അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഒരു പർപ്പസ്, റീഡിങ്ങിൻ്റെ ഒരു ആവശ്യം, റീഡിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഇനി അതിൻ്റെ ടൈപ്സ് ഓഫ് റീഡിങ് നോക്കാം. റീഡിങ്ങിൻ്റെ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്നെന്താണ്? സ്കിമ്മിങ് റീഡിങ്ങും സെക്കൻഡ് വൺ എന്താണ്? സ്കാനിങ് റീഡിങ്ങുമാണ് അല്ലേ? രണ്ട് ടൈപ്പാണ് റീഡിംഗ് ഉള്ളത്, സ്കിമ്മിങ് റീഡിങ് ആൻഡ് സ്കാനിങ് റീഡിങ്. സ്കിമ്മിങ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് റീഡിംഗ് ആണ്. ഇപ്പം ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു മെജോറിറ്റി ആൾക്കാർ എന്താണ്? ഫാസ്റ്റ് റീഡിംഗ് ആണ് നടത്തുക അല്ലേ? അതിലിരുന്ന് മണിക്കൂറുകളെടുത്ത് കുറേ ദിവസങ്ങളെടുത്തിട്ടാണ് ഒരു ന്യൂസ് പേപ്പർ വായിച്ചു തീർക്കുക അല്ല. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് എന്താണ്? സ്കിമ്മിങ് റീഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത് ന്യൂസ് പേപ്പറിൽ. അപ്പോൾ സ്കിമ്മിങ് ഈസ് എ ഫാസ്റ്റ് റീഡിംഗ്, സംടൈംസ് സ്കിപ്പിംഗ് പോർഷൻസ് ഫോർ എ ജനറൽ കോംപ്രഹെൻഷൻസ് ഓർ അപ്രീസിയേഷൻ ഓഫ് ടെക്സ്റ്റ് അല്ലേ? അപ്പോൾ ഈ ഫാസ്റ്റ് റീഡിങ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ചില പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ സ്കിപ്പ് ചെയ്യും. അതാണ് സ്കിമ്മിങ്. സ്കിപ്പ് ചെയ്യും, വിട്ടുകളയും. ചില ഭാഗങ്ങൾ ന്യൂസ് പേപ്പറിൽ എല്ലാവരും വായിക്കും ഇല്ല, ചില ഭാഗങ്ങൾ നമ്മൾ വിട്ടുകളയും, ചില ഭാഗങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് പോവും, സ്കിപ്പ് ചെയ്തിട്ട് പോവുക, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം സ്കിമ്മിങ്ങിൽ വരുന്ന ഒരു ഫാസ്റ്റ് റീഡിങ് ആണെങ്കിൽ കൂടി അവിടെ എന്ത് ചെയ്യും? നമ്മൾ പോർഷൻസ് വിട്ട് കളയാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്? സം ബുക്സ് ഷുഡ് ബി റീഡ് ഫാസ്റ്റ് വിത്ത് അതർ ഷുഡ് ബി റീഡ് അറ്റ് എ
phase that allows through comprehension. നമുക്കൊരു ധാരണ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്കൊരു ധാരണ, ഒരു കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ ധാരണ, നമ്മളൊരു ധാരണ ഉണ്ടാവും, ഇതിൽ ഈ ഭാഗമാണ് എനിക്ക് ആവശ്യമുള്ളത്, അപ്പോൾ ഇത് മാത്രം വായിച്ചല്ല. ചില നമ്മൾ ലൈബ്രറിയിലൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെഫറൻസസ് എടുക്കും. അപ്പം നമുക്ക് ധാരണ ഉണ്ടാവും ഏത് ബുക്ക് എടുക്കണം, എന്താണ് നമുക്ക് റെഫർ ചെയ്യേണ്ടത്. അപ്പോൾ അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യും, പെർട്ടിക്കുലർ സാധനം മാത്രം പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ റീഡിംഗ് ആണെന്ന് പറയുന്നത് സ്കിമ്മിങ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ്. ക്വിക്ക് റീഡാണ് ഇതിൽ നടക്കുന്നത്. ഇറ്റ് യൂഷ്വലി എ ഗുഡ് ഐഡിയ ടു സ്കിം ഓർ പ്രീ റീഡ് എ ബുക്ക്. ദിസ് ഈസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ unsure about the relevance of the books you are currently holding. ഇത് ആ റീഡിങ്ങിനെ കുറിച്ചുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒരു കഥ പോലെ പറയുകയാണ്. നന്നായിട്ട് വായിച്ച് നിങ്ങൾക്ക് കുറേ കൂടി എഴുതാം. അപ്പോൾ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. സ്കിമ്മിങ് റീഡിംഗ് എന്ന് പറഞ്ഞതാണ് ക്വിക്ക് റീഡിംഗ് ആണ്, അല്ലെങ്കിൽ ഫാസ്റ്റ് റീഡിംഗ് ആണ് സ്കിമ്മിങ്. രണ്ടാമത്തെ റീഡിംഗ് ഏതാണ്? സ്കാനിങ് റീഡിംഗ് അല്ലേ. രണ്ടാമത്തെ ടൈപ്പ് സ്കാനിങ് ആണ്. സ്കാനിങ് എന്തായിരിക്കും? പേര് പോലെ തന്നെ സ്കിമ്മിങ് റീഡിങ്ങിനെ ഡിഫറെൻ്റ് ആയിരിക്കും സ്കാനിങ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ. സ്കാനിങ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മളിപ്പം നോവൽസ്, ആർട്ടിക്കിൾസ്, ഫിക്ഷൻസ് അങ്ങനെയുള്ള ബുക്സൊക്കെ വായിക്കപ്പോഴും എന്തായിരിക്കും, അതൊരു സ്കാനിങ് റീഡിംഗ് ആയിരിക്കും പൊതുവെ നടത്തുക അല്ലേ. നമ്മളായ ആ ബുക്കിൽ കുറച്ച് പേജുകൾ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇറങ്ങും, അതിലെ കഥാപാത്രങ്ങളോട് ഇറങ്ങി. നമ്മളിപ്പോൾ ഒരു ആർട്ടിക്കിൾസൊക്കെ വായിക്കുക വെച്ചാൽ അതിലെ കഥാപാത്രങ്ങളോട് നമ്മളൊരു സിനിമ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബുക്കിനെ വായിച്ചു തരും. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി ചെന്നിട്ട് ആഴത്തിലുള്ള റീഡിംഗ് ആണ് സ്കാനിങ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ. സ്കാനിങ് ഈസ് ഗോയിങ് ത്രൂ ലൈൻസ് അല്ലേ. ഓരോ ലൈനുകളിലൂടെയും പാരഗ്രാഫ്സിലൂടെയും പേജസിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോവുക അല്ലേ. നന്നായിട്ട് ആഴത്തിലുള്ള റീഡിംഗ് തന്നെ ഓരോ ലൈനുകളിലൂടെയും നമ്മൾ കടന്നു പോകും. ചില നോവൽസൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ വരികളിലൂടെയും നമ്മൾ കടന്നു പോകും അല്ലേ. വായനാശീലമുള്ളവർക്ക് നന്നായിട്ട് മനസ്സിലാവും ഇപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ച്, ഈ ക്ലാസ്സിൽ എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ഇമോഷനെ പിടിച്ചിരുത്താൻ പറ്റുന്നതിന് റീഡിങ്ങിന്. അപ്പം സ്കാനിങ് റീഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഒരു റീഡിങ്ങിൽ വേണ്ട ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, നമുക്കതിനൊരു സ്പെസിഫിക് വൈൽ സ്കാനിങ് വി ഡു നോട്ട് റീഡ് ദ ഹോൾ ടെക്സ്റ്റ് ബട്ട് ഓൺലി എ ഫ്യൂ ലൈൻസ് വിച്ച് കണ്ടെയ്ൻ the information that we are looking for. The movement of our eyes is fast and we pause and focus only the relevant lines or parts. അതേപോലെ തന്നെ എന്താണ്, സ്കാനിങ് റീഡിൽ നമ്മൾ ഓരോ ലൈൻസിലൂടെയും പാരഗ്രാഫ്സിലൂടെ പേജിലൂടെയും കടന്നു പോകും. അതേപോലെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും എഗൈൻ എടുത്ത് വായിക്കാൻ നിൽക്കും. അങ്ങനെ കുറച്ചും കൂടി ഒരു ഡീപ്പ് നോളേജ് ഐഡിയാസ് കിട്ടുന്നതാണ് എവിടെയെന്ന് പറയുന്നത് സ്കാനിങ് റീഡിൽ. അപ്പോൾ മൂന്നാമത്തത് എന്താണ്, അപ്പോൾ സ്കിമ്മിങ് കഴിഞ്ഞു, സ്കാനിങ്, ഇതാണ് മെയിൻ രണ്ട്. നെക്സ്റ്റ് എന്താണ്, അടുത്ത റീഡിങ് ആണ് ക്ലോസ് റീഡിങ് ഓർ തെറോ റീഡിങ്. ക്ലോസ് റീഡിങ് അടുത്ത റീഡിംഗ് ആണ് ടൈപ്പ് ക്ലോസ് റീഡിങ്. ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി റീഡ് ദ ഹോൾ ടെക്സ്റ്റ് വിത്തൗട്ട് സ്കിപ്പിംഗ് എനി പാർട്ട് ആൻഡ് ടേക്കിങ് അറ്റൻഷൻ ടു എവറി വേർഡ് അല്ലേ. സ്കാനിങ് റീഡിൽ കുറച്ചും കൂടി എന്താണ് നമ്മൾ സംഭവിക്കുക, നമുക്ക് അതിലും നമ്മൾ കുറച്ചുകൂടി ഫിൽട്ടർ ചെയ്തിട്ടാണ് വായിക്കുന്നത്. അതായത് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലായിരിക്കും നമ്മളെ വായന ഉണ്ടാവുക, പക്ഷെ നമുക്ക് എന്ത് കണ്ടൻറ്റാണോ ആവശ്യമുള്ളത് അതിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട് അതായിരിക്കും വയ്ക്കുക. ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അതിനേക്കാൾ ഒരു എക്സ്പാൻഡേഷനാണ്. കുറച്ചുകൂടി എന്ത് ചെയ്യും, ഒന്നും സ്കിപ്പ് ചെയ്യാതെ കുറച്ചും കൂടി നമ്മൾ ആഴത്തിൽ എല്ലാ പേജസിലൂടെയും അല്ലെങ്കിൽ എല്ലാ പാരഗ്രാഫ്സിലൂടെയും എല്ലാ ലൈൻസിലൂടെയും എവിടെ കടന്നു പോകുന്നുണ്ട്, ക്ലോസ് റീഡിംഗ്. ക്ലോസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അടുത്തൊരു വായനയായിരിക്കും അത് പറയുന്നത്. ആൻഡ് എന്താണ്, അറ്റൻഷൻ എവറി വേർഡ് അല്ലേ, ഓരോ വേർഡിലും നമുക്ക് അറ്റൻഷൻ കൊടുക്കുന്നു, സെൻറ്റൻസസിൽ ആൻഡ് ഈവൻ പഞ്ച്വേഷൻ മാർക്ക് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഇത് വായിക്കുകയാണെങ്കിൽ ഒരു പാരഗ്രാഫ് വായിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ പഞ്ച്വേഷൻ മാർക്ക് എത്തുന്നത് വരെ നമ്മൾ ആ വരികളിലൂടെ പോയിട്ടായിരിക്കും അത് നിർത്തുക. അതിന് നടുവിൽ നമ്മൾ നിർത്തിയിട്ട് പോരില്ല. അപ്പോൾ അങ്ങനെ അതുവരെ നമ്മൾ എന്ത് ചെയ്യും, ശ്രദ്ധിക്കും ഈ ക്ലോസ് റീഡിങ്ങൾ എന്ന് പറയുമ്പോൾ. ദെൻ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ടെക്സ്റ്റ് ആസ് കംപ്ലീറ്റ്ലി ആൻഡ് ഡീപ്ലി ആസ് പോസിബിൾ. ക്ലോസ് റീഡിങ് ഈസ് ദ റിവേഴ്സ് ഓഫ് സ്കിമ്മിങ് ആൻഡ് ടെക്സ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്കിമ്മിങ് റീഡിങ്ങിന് നേരെ ഓപ്പോസിറ്റാണ് ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ പറഞ്ഞില്ലേ ഫാസ്റ്റ് റീഡിങ്. അപ്പോൾ ക്ലോസ് റീഡിങ്ങിൽ അങ്ങനെ ആയിരിക്കില്ല, കുറച്ചുകൂടി സ്ലോ ആയിട്ട് ടൈം എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ക്ലോസ് റീഡിങ് നടത്തുക. ഞാൻ എന്താണ്, എങ്ങനെയാണ് ക്ലോസ് റീഡിങ് നടത്തുക എന്നുള്ളത് പിന്നെ കുറച്ച് സ്റ്റെപ്സ്, ചെറിയ കൈൻഡ് ഓഫ് സ്റ്റെപ്സ് ആണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു തറോ റീഡിങ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യുക, റീഡ് ദ ടെക്സ്റ്റ് തറോലി അല്ലേ. ഫസ്റ്റ് നമ്മൾ എന്താണോ അതിൽ തന്നത്, ഇപ്പം ഇതാണ് റീഡ് ചെയ്യുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ ഇതിൽ എന്താണോ തന്നത് അതിനെക്കുറിച്ച് ആദ്യമായിട്ട് നന്നായിട്ട് തെറോ ആയിട്ട് റീഡ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞതാണ്. അതിലെന്തൊക്കെ വരും വെച്ചാൽ, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും, വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് മെസ്സേജ് അല്ലേ.
അപ്പം നമ്മളിത് തെറുവായിട്ട് ഇത് ജസ്റ്റ് ഇത് മാത്രം വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിലെന്താണ് പറയുന്നത് എന്നുള്ളത്, ഫസ്റ്റ് എന്ത് കണ്ടന്റിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഫസ്റ്റ് ഉണ്ടാവും. സെക്കൻഡ് എന്താണ്, ഇൻ ദിസ് പാസേജ് there are any characters or people, if so what do they, അല്ലേ. പിന്നെ നമ്മളിപ്പോൾ വായിച്ചു പോകുമ്പോൾ അതിലുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതിലുള്ള ആ എന്താണോ വായിക്കുന്നത് അതിലെ കണ്ടൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് നമ്മളോട് എന്താ പറയാൻ ഉള്ളത് എന്നുള്ളത് കുറച്ചും കൂടി നമ്മൾ അവെയർനെസ് ആയി തുടങ്ങും. എന്താണ് വാട്ട് എക്സാക്ട്ലി ഈസ് ഗോയിങ് ഓൺ ഇൻ ദിസ് പാസേജ്, എന്തൊക്കെയാണ് ആ പാസേജിൽ ശരിക്കും നടക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ. പാസേജ് മീൻസ് ആ ബുക്സ് അല്ലെങ്കിൽ ആ ബുക്സ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു എക്സാക്ട് നോളജ് നമുക്ക് എന്തുണ്ടാവും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ആ ടെക്സ്റ്റിനെ കുറിച്ച് ഒരു തെറോ ആയിട്ടുള്ള റീഡിങ് ഉണ്ടാക്കാം. സെക്കൻഡ് എന്താണ്, അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ആൻഡ് മെത്തേഡ്സ്, അല്ലേ. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള അതിൻ്റെ പാറ്റേണ്, അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഇതൊന്നും നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല. നമ്മളിപ്പോൾ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ വായനാശീലം നമ്മളൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അതിൽ വരും, അല്ലേ. നമ്മളൊരു ഇപ്പോൾ സിനിമ കാണുന്നതാണെങ്കിൽ ശരി, ചില ബുക്സ് വായിക്കുമ്പോൾ നമ്മളെ പിടിച്ചിരുത്തുന്നതുകൊണ്ടാണ് നമുക്ക് അതിലേക്ക് നമ്മളറിയാതെ നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലും വായിക്കുമ്പോൾ. അപ്പോൾ ഈ ക്ലോസ് റീഡിങ് അവിടെ ഓട്ടോമാറ്റിക്കലി നടക്കും. ഈ കാര്യങ്ങളൊക്കെ ഈ സ്റ്റെപ്സൊക്കെ ഓട്ടോമാറ്റിക്കലി അതിൽ നടക്കുകയാണ്. അപ്പോൾ എന്താണ്, അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ആൻഡ് മെത്തേഡ്സ്, അതിൻ്റെ പാറ്റേണും മെത്തേഡ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക. മൂന്നാമത്തത് റീഡ് ദ പാസേജ്, ഓരോ പാസേജ് വായിക്കുക. ഇതിനെന്താണ്, അമ്യൂസീവ് റീഡിങ്, അതായത് റീഡ് ഫോർ പ്ലഷർ, സച്ച് റീഡിങ് ഈസ് നോൺ ആസ് അമ്യൂസീവ്. നമ്മളൊരു പ്ലഷറിന് വേണ്ടിയിട്ടാണ് വായിക്കുന്നത്, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് വായിക്കുന്നത്, അങ്ങനത്തെ റീഡിങ്ങിനാണ് എന്ന് പറയുന്നത് അമ്യൂസീവ് റീഡിങ്, അല്ലേ. ചിലപ്പോൾ വൺ വേർഡിലൊക്കെ ചോദിക്കാം. അമ്യൂസീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലഷറിന് വേണ്ടിയിട്ട് നമുക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് വായിക്കുന്ന ബുക്സൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെ റീഡിംഗ് ആണ് എന്ന് പറയുന്നത് അമ്യൂസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഫോർ സച്ച് റീഡിംഗ് ആസ് ദ ചോയ്സ് ഓഫ് ടെക്സ്റ്റ് ഇഫ് ദ റീഡേഴ്സ് പ്രിഫറൻസ്, അല്ലേ. അങ്ങനത്തെ ബുക്സൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ റീഡിംഗ് എന്നൊക്കെ പറയുന്നത്